ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, ഇന്ന് ടിൻ ഫ്ലെയിംസിനെ കുറിച്ച് പറയാം. നമുക്ക് എത്ര പേർക്ക് ടിൻ ഫ്ലെയിംസ്, സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സോൾമേറ്റ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരൊറ്റ ആത്മാവ് രണ്ടായി പിരിഞ്ഞ് രണ്ട് വ്യത്യസ്ത ശരീരങ്ങളിൽ ജനിക്കുന്നതിനെയാണ് ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മറ്റേ പകുതി അല്ലെങ്കിൽ മിറർ സോൾ എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ ചോദിച്ചാൽ, ആദ്യ കാഴ്ചയിൽ തന്നെ വർഷങ്ങളായി അറിയുന്നത് പോലെയുള്ള ശക്തമായൊരു ആകർഷണവും അടുപ്പവും അനുഭവപ്പെടും. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതും എന്നാൽ അതീവ ട്രാൻസ്ഫോർമേറ്റീവുമാണ്. നിങ്ങളുടെ കുറവുകളും ഭയങ്ങളും പ്രതിഫലിപ്പിച്ച് സ്വയം തിരിച്ചറിയാനും ആത്മീയമായി വളരാനും ഈ ടിൻ ഫ്ലെയിംസ് സഹായിക്കുന്നു. ഈ ബന്ധങ്ങൾ വളരെ തീവ്രമായ വികാരങ്ങളും ഉയർന്ന സന്തോഷവും താഴ്ന്ന വിഷാദവും നിറഞ്ഞതായിരിക്കും. ഒരു ടിൻ ഫ്ലെയിം ബന്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആത്മാവിനെ ഉണർത്തുക, ജീവിതപാതയിൽ വളർച്ച നേടുക, ഒടുവിൽ അൺകണ്ടീഷണലായി സ്നേഹിക്കുക എന്നത് തന്നെയാണ്. എല്ലാ ടിൻ ഫ്ലെയിം ബന്ധങ്ങളും പ്രണയപരമാകണമെന്നില്ല. അത് സുഹൃത്ത് ബന്ധങ്ങളോ ഒരു ഗുരുശിഷ്യ ബന്ധമോ ആകാം. ഈ ആശയം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ആത്മീയതയിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ വിശ്വസിക്കുന്നവർക്കേ ഇതൊക്കെ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ. ടാറ്റ.